ദൈവത്തിനും മുകളിലാണ് ഗുരുവിന്റെ സ്ഥാനം. നമ്മൾ പറഞ്ഞു പഠിച്ചതാണ്. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിക്കുന്നവർ. വിദ്യാർത്ഥികാലത്ത് നമ്മൾ വീട്ടുകാരേക്കാൾ കൂടുതൽ അടുത്ത് ഇടപെട്ടവർ. അവർ നമ്മുടെ മനസ്സിൽ അണയാതെ നിൽക്കുന്നവരാണ്. അവരിൽ ഒരാൾ, ഒരമ്മയെപ്പോലെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ടീച്ചർ. ഒരു നാൾ ചോരമണക്കുന്നൊരു രാത്രിയിൽ ആ ടീച്ചർ കൊലക്കത്തിക്കിരയായി, അതിക്രൂരമായി. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വേര് ആഴത്തിലൂടിയ മണ്ണാണ് വിപ്ലവ ഭൂമി. കർഷകരും സ്ത്രീകളും പ്രതിഷേധമായി അണിനിരന്ന തോൽവിറക് സമരം കൊണ്ട് പേരുകേട്ട ചീമേനി. ചീമേനിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് പോലും ഒരു രാഷ്ട്രീയ കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ്. അവിടെയാണ് ആ നാടിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിന് ഒരിക്കലും ചേരാത്ത ആ സംഭവം അരങ്ങേറിയത്. കുറ്റും പക്ഷി. ആഘോഷങ്ങൾക്കായി ഒത്തുകൂടിയ 3 പേർ മനസ്സിൽ ചെകുത്താൻ കയറിയ നിമിഷങ്ങളിൽ അവർ ആ ആസൂത്രണം തുടങ്ങി. ആർത്തിയോടെ കത്തിരാഗി മിനുക്കി. എന്തിനും പോന്നൊരു മൂവർ സംഘമായി മാറാൻ അവർക്കൊരു നിമിഷം പോലും വേണ്ടി വന്നില്ല. ഡിസംബർ 13 രാത്രി ഏതാണ്ട് 11:30 അടുത്ത സമയം കൃഷ്ണൻ മാസ്റ്റർ തന്റെ മരുമകനെ ഫോണിൽ വിളിച്ചു. തന്റെ അമ്മാവന്റെ ശബ്ദത്തിലെ പരിഭ്രാന്തി ഫോൺ എടുത്തയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. കൃഷ്ണൻ മാസ്റ്റർ പിന്നീട് വിളിച്ചത് പോലീസിനെ ആയിരുന്നു. നടുക്കുന്ന വിവരങ്ങളായിരുന്നു കൃഷ്ണൻ മാസ്റ്റർക്ക് ഇവരോടൊക്കെ പറയാനുണ്ടായിരുന്നത്. ക്ഷീണിതനായ വയോധികന് അധികം വിവരിക്കാനായില്ല. നാട്ടുകാരും ബന്ധുക്കളും പാഞ്ഞടുത്തു. ആ രാത്രിയിൽ വളരെ വേഗം കാസർഗോഡ് ചീമേനി പുലിയന്നൂരിലെ റിട്ടയർഡ് അധ്യാപികയായ PV ജാനകിയുടെയും കൃഷ്ണൻ മാസ്റ്ററുടെയും വീട് ജനങ്ങളെ കൊണ്ടു നിറഞ്ഞു. വിപുലമായ ശിഷ്യസമ്പത്തുള്ള ജാനകി ടീച്ചർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ വീട്ടിലേക്ക് കടന്നു കയറിയ അക്രമികൾ കൃഷ്ണൻ മാസ്റ്ററെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ടീച്ചറെ വധിക്കുകയുമായിരുന്നു. നാട് ഞെട്ടി. ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം. മോഷണമായിരുന്നോ മുഖംമൂടി അക്രമികളുടെ ലക്ഷ്യം? ആശുപത്രിയിലായ കൃഷ്ണൻ തന്റെ വീട്ടിൽ ആ രാത്രി നടന്ന മഹാപാതകത്തിന്റെ നേർവിവരണം നടത്തി. വന്നവരെ അറിയില്ല. പക്ഷെ നടുക്കുന്ന ആ നിമിഷങ്ങൾ കൃഷ്ണൻ മാസ്റ്റർ വ്യക്തമായി ഓർത്തെടുത്തു. 2017 ഡിസംബർ 13 രാത്രി 9:30. ബെല്ലടി ശബ്ദം വല്ലാതെ ആവർത്തിക്കുന്നു. ഉറങ്ങാൻ കിടന്നതാണ് ടീച്ചറും മാഷും. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം രൂക്ഷമായപ്പോൾ ഉണർന്നു. വാതിൽ പാതി തുറന്ന കൃഷ്ണൻ മാസ്റ്റർ ഒന്ന് തല പുറത്തേക്കിട്ടു. പെട്ടെന്ന് ഡോർ ആഞ്ഞു തള്ളി മാറ്റിക്കൊണ്ട് അവർ അകത്തേക്ക് കടന്നു കയറി. വാതിൽ തുറന്നു പിടിച്ചിരുന്ന കൃഷ്ണൻ മാസ്റ്റർ ആ തള്ളലിൽ പിന്നിലേക്ക് മലച്ചു. കൃഷ്ണൻ മാസ്റ്ററെ അവർ മുന്നിലെ സോഫയിലേക്ക് തള്ളിയിട്ടു. കൈകൾ പിന്നിലേക്കാക്കി ബന്ധിച്ചു. കോളിംഗ് ബെല്ലടിയും മുന്നിലെ അപശബ്ദങ്ങളും കേട്ടാണ് ജാനകി ടീച്ചർ അങ്ങോട്ടേക്കെത്തിയത്. ഇരുവരും വയോധികരാണ്. കൃഷ്ണൻ മാസ്റ്റർ 80 വയസ്സ്, കളേത്തറ വീട്, പുലിയന്നൂർ, ചീമേനി, കാസർഗോഡ്.
ജാനകി ടീച്ചർ എന്ന PV ജാനകി, 65 വയസ്സ്, കളേത്തറ വീട്, പുലിയന്നൂർ, ചീമേനി, കാസർഗോഡ്. മുന്നിലേക്ക് ഓടിയെത്തിയ PV ജാനകി എന്ന ജാനകി ടീച്ചറെയും അക്രമികൾ കൈക്കുള്ളിലമർത്തി. സംഘം കൈകൾ കെട്ടിമുറുക്കി. രണ്ടുപേരും വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. അതോടെ കയ്യിൽ കരുതിയിരുന്ന സെലോ ടേപ്പ് കൊണ്ട് അവരുടെ വായും അവർ അടച്ചുമൂടി. 3 പേരായിരുന്നു ആ കിരാത സംഘം, മുഖം മറച്ച അക്രമി സംഘം. ഭയന്നു നിന്ന ടീച്ചറെ സംഘം കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. നടക്കാൻ ആവശ്യപ്പെട്ടു. ടീച്ചറെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. ആഭരണങ്ങൾ അഴിച്ചെടുത്തു. പണവും സ്വർണവും സൂക്ഷിച്ച അലമാരയായിരുന്നു അക്രമികളുടെ അടുത്ത ലക്ഷ്യം. ഏതാണ് സ്വർണം സൂക്ഷിച്ചിരിക്കുന്ന അലമാര? അത് തുറക്കണം, തസ്കര സംഘം ആവശ്യപ്പെട്ടു. ഭയന്നു വിറച്ച ടീച്ചർ ഒട്ടും വൈകാതെ തന്നെ അത് കാണിച്ചു കൊടുത്തു. അവരിൽ 2 പേർ അലമാരിയിരിക്കുന്ന ഭാഗത്തേക്ക് പോയി. ടീച്ചറുമായി ഒരാൾ അവിടെ തന്നെ നിന്നു. അലമാര തുറന്ന അവർ 2 പേർ സ്വർണവും പണവും എടുത്തു. ഇതേ സമയം ടീച്ചറുമായി നിന്ന ആൾ തന്റെ മുഖത്ത് കെട്ടിയിരുന്ന ആവരണം അഴിച്ചു. വിയർപ്പ് അസഹ്യമായപ്പോൾ മുഖം തുടയ്ക്കാനായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത്. മുഖം മൂടി മാറ്റി. ഒരു നിമിഷം ആ ഇരുളിലും ടീച്ചർ അവനെ കണ്ടു. കൃഷ്ണൻ മാസ്റ്റർ പിന്നെ കേൾക്കുന്നത് ടീച്ചറുടെ അലർച്ചയാണ്. പക്ഷേ തനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. എങ്കിലും കൃഷ്ണൻ മാസ്റ്റർ കുതറാൻ ശ്രമിച്ചു. അപ്പോഴാണ് സോഫയിൽ കിടന്ന കൃഷ്ണൻ മാസ്റ്ററുടെ അടുത്തേക്ക് ഒരാളെത്തിയത്. അയാൾ മാസ്റ്ററുടെ കഴുത്തറുത്തു. രക്തം വാർന്ന കൃഷ്ണൻ മാസ്റ്റർ ബോധരഹിതനായി. അപ്പോൾ സമയം ഏതാണ്ട് 10 മണി കഴിഞ്ഞിരുന്നു. പിന്നെയും 1 മണിക്കൂറിലധികം കഴിഞ്ഞു കാണും. കൃഷ്ണന് ബോധം വീണു. മാസ്റ്റർ എങ്ങനെയൊക്കെയോ കയ്യിലെ കെട്ടഴിച്ചെടുത്തു. ടീച്ചർ കിടന്ന ഭാഗത്തെത്തിയ കൃഷ്ണൻ ഞെട്ടി. തന്റെ ഭാര്യയ്ക്ക് അനക്കമില്ല. കഴുത്തറുത്താണ് അവരെ കൊന്നിരിക്കുന്നത്. മാസ്റ്റർ വേഗം ഫോൺ കയ്യിലെടുത്തു. ഓടിയെത്തിയ പോലീസും ബന്ധുക്കളും പിന്നെ അന്വേഷണമായി. ആരാണ് ഈ കൊടുംപാതകം ചെയ്തത്? ഓടിക്കൂടിയവരിൽ പ്രദേശവാസികളായ കുറെ പേരുണ്ടായിരുന്നു. സഹായത്തിനെത്തിയവരെയും സഹതപിക്കാനെത്തിയവരെയും പോലീസ് ചോദ്യം ചെയ്തു. അവർക്കൊപ്പം അവരുടെ കൂട്ടത്തിൽ ആ പ്രതികളുണ്ടോ? അതായിരുന്നു പോലീസിന്റെ അന്വേഷണം. പുലിയന്നൂർ ചീർക്കുളം പുതിയ വീട്ടിൽ രാമചന്ദ്രൻ എന്നയാൾ ജാനകി ടീച്ചറുടെ വീടിന്റെ ഭാഗത്ത് തന്നെയാണ് താമസിക്കുന്നത്. മകന്റെ പേര് വിശാഖ്. തന്റെ മകന്റെ ധൂർത്ത് നിറഞ്ഞ ജീവിതം അച്ഛൻ കാണുന്നുണ്ട്. ഇത്രയധികം പണം ഇവൻ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? അച്ഛന് ഭയമായി. തുടർന്ന് അദ്ദേഹം നടത്തിയ പരിശോധനയിലാണ് ഒരു രസീത് മകന്റെ പോക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത്. കണ്ണൂരിലെ ഒരു ജുവല്ലറിയുടെ ബില്ലാണ്. സ്വർണം വിൽപ്പന നടത്തിയതിന്റെ രസീതാണ്. ഇത്രയും സ്വർണം തന്റെ മകന് എവിടെ നിന്ന് ലഭിച്ചു? 2018 ഫെബ്രുവരി 21 നാട്ടിൽ നടന്ന ആ നിഷ്ഠൂരമായ കൊലയിലും കവർച്ചയിലും തന്റെ മകന് പങ്കുണ്ടോ? ആ പിതാവിന് മുന്നിൽ 2 ചോദ്യങ്ങളായിരുന്നു. ഒന്നുകിൽ കണ്ട കാഴ്ചകൾ മറക്കാം, അല്ലെങ്കിൽ മകനെ നിയമത്തിന് മുന്നിലേക്ക് കൊടുക്കണം. അവന് നന്നാകാനുള്ള അവസരമൊരുക്കണം.
രാമചന്ദ്രൻ ധീരമായ ആ തീരുമാനമെടുത്തു. പോലീസിനെ അദ്ദേഹം വിവരമറിയിച്ചു. ഫെബ്രുവരി 21 രാത്രി 9 മണി പോലീസ് വിശാഖിനെ കസ്റ്റഡിയിലെടുത്തു. ഏതാനും മിനിറ്റുകൾക്കകം അതേ കേസിൽ രണ്ടാമത്തെ അറസ്റ്റും നടന്നു. പ്രദേശത്തെ ചെറുവാങ്ങക്കോട് റിനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രാത്രിയോടെ തന്നെ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. 1 വിശാഖ്, പുതിയ വീട്ടിൽ ചീർക്കുളം, പുലിയന്നൂർ. 2 റിനീഷ്, ചെറുവാങ്ങക്കോട്, പുലിയന്നൂർ. നാടാകെ ഞെട്ടി. വിശാഖ്, റിനീഷ് രണ്ടുപേരും നാട്ടിലുള്ളവർ. കേസിൽ ഇനിയും പ്രതികളുണ്ടോ? സംശയം ഉയർന്നു. ആ മൂന്നാമനാര്? ടീച്ചറെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ആ മൂവർ സംഘത്തിൽ ഇനിയുമുണ്ടൊരാൾ. അതാര്? ആ നാട്ടിൽ പിടിയിലായ രണ്ടുപേരുടെയും ചങ്ങാതി, പ്രവാസി, അപ്പോഴേക്കും ഗൾഫിലേക്ക് കടന്ന അരുൺകുമാർ. നാട്ടിൽ അരുണി എന്ന് വിളിപ്പേരുള്ള അരുൺകുമാർ. ഫെബ്രുവരി 23 കൊലപാതകത്തിനു ശേഷം ബഹ്റൈനിലേക്ക് കടന്ന അരുണിനെ പ്രവാസികളുടെ സഹായത്തോടെയാണ് പിടികൂടിയത്. പോലീസ് ബഹ്റൈനിലെത്തി 2018 ഫെബ്രുവരി 23 പുലർച്ചെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതികൾ പ്രദേശവാസികളായിട്ടും അവരെ പിടിക്കാൻ പോലീസിന് ഏറെ സമയം വേണ്ടിവന്നു. അന്വേഷണത്തിന്റെ ആദ്യവഴിയിൽ എവിടെയാണ്, എന്തുകൊണ്ടാണ് പോലീസിന് വഴിതെറ്റിപ്പോയത്? സംഭവം നടന്ന് നീണ്ട 2 മാസങ്ങൾക്ക് ശേഷമാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞത്. പ്രതികൾ പക്ഷേ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു, ഏതാണ്ട് ടീച്ചറുടെ അയൽവാസികൾ. എന്നിട്ടും സ്വന്തം അച്ഛൻ ചൂണ്ടിക്കാണിക്കും വരെ പ്രതികളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. എവിടെയാണ്, എന്തുകൊണ്ടാണ് പോലീസിന് ആദ്യം വഴിതെറ്റിപ്പോയത്? പ്രദേശത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളികളെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിലെ അന്വേഷണം. തൊഴിലാളികളെയെല്ലാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഒരു പുരോഗതിയും ഉണ്ടായില്ല. അന്വേഷണത്തിന്റെ ദിശ വീണ്ടും മാറി. പ്രദേശത്ത് ആക്രി ശേഖരിക്കാനെത്തിയ സംഘത്തിന്റെ വാഹനം കൃത്യം നടന്ന ദിവസം പുലിയന്നൂരിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നതായി വിവരം ലഭിച്ചു. പിന്നീട് ഈ സംഘങ്ങളെ കേന്ദ്രീകരിച്ചായി അന്വേഷണം. അവിടെയും അവസാനിച്ചില്ല. സാംഗ്ലി മുതൽ തിരുട്ട് ഗ്രാമത്തിലെ കൊടും ക്രിമിനലുകളുടെ പട്ടിക വരെ പരിശോധിച്ചു. അവിടെയും പരാജയം. അന്വേഷണ സംഘം വഴിതെറ്റുന്നതും പരാജയപ്പെടുന്നതും ക്ലോസ് റേഞ്ചിൽ നിരീക്ഷിക്കുകയും സന്തോഷിക്കുകയുമായിരുന്നു പ്രതികൾ. ഒരിക്കലും ഇനി പോലീസ് തങ്ങളിലേക്കെത്തില്ല. പ്രതികൾ നാട്ടിൽ വിലസി നടന്നു. അരുൺ അപ്പോഴേക്കും വിദേശത്തേക്ക് കടന്നിരുന്നു. ഇതിനിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ച് പ്രതിഷേധം ആരംഭിച്ചു. രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും സമരമേറ്റെടുത്തതോടെ പോലീസിനുമേൽ സമ്മർദ്ദമേറി. അതിനിടെ അരുൺ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് മടങ്ങി. അതുവരെ ഒളിപ്പിച്ചു വച്ച സ്വർണം ഇനി പുറത്തെടുക്കണം, വിൽക്കണം. കണ്ണൂരിലും മംഗളൂരുവിലും സ്വർണം എത്തിച്ച് വിൽപ്പന നടത്തി. അരുണിന് വിദേശത്തേക്ക് മടങ്ങിപ്പോകുന്നതിനുള്ള ചെലവിലേക്കായിരുന്നു ഈ വിൽപ്പന. പക്ഷെ കണ്ണൂരിലെ സ്വർണ്ണ വിൽപ്പന രാമചന്ദ്രന്റെ കണ്ണിൽപ്പെട്ടതോടെ കഥ മാറി. ജാനകി ടീച്ചറുടെ വീട്ടിൽ കടന്നു കയറാൻ മൂവർ സംഘം തീരുമാനിച്ചത് എന്തിനാണ്? കൊലപാതകം
അവരുടെ മുൻകൂട്ടിയുള്ള പദ്ധതിയായിരുന്നു. മോഷണമാണോ കൊലപാതകമാണോ? എന്തായിരുന്നു ലക്ഷ്യം? സ്വന്തം ടീച്ചറെ തന്നെ അവർ കൊലപ്പെടുത്തത് എന്തിനായിരുന്നു? ചോദ്യങ്ങൾ അങ്ങനെ നിരവധിയാണ്. ഡിസംബർ മാസം അരുൺകുമാർ വിദേശത്തു നിന്ന് നാട്ടിലെത്തിയത് അവധി ആഘോഷിക്കാനാണ്. നാട്ടിൽ ഉത്സവം നടക്കുന്ന സമയം. സ്ഥലം ചീമേനിയാണ്, വിപ്ലവ ഭൂമി. ഒരു സാധാരണയിൽ സാധാരണ ഗ്രാമം. കൃഷ്ണൻ മാഷിനെ പോലെ, ജാനകി ടീച്ചറെ പോലെ നന്മയുള്ള മനുഷ്യരുടെ ഗ്രാമം. പോലീസ് കേസ് ഇങ്ങനെയാണ്. നാട്ടിലെത്തിയ അരുൺകുമാർ ഉറ്റ സുഹൃത്തുക്കളായ ഉളിയന്നൂരിലെ വിശാഖിനെയും റെനീഷിനെയും വിളിച്ചു ചേർത്തു. അവധി ദിനങ്ങൾ ആഘോഷിക്കുന്നതിനിടെയാണ് മൂവർ സംഘം കവർച്ചയ്ക്ക് കളമൊരുക്കിയത്. മദ്യപാന സഭയിലെ ഗൂഢാലോചന. ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച സ്വന്തം ടീച്ചർ. രണ്ടുപേരും വയസ്സരാണ്. ഒറ്റയ്ക്ക് താമസം. എതിർപ്പ് കുറയും. ജാനകി ടീച്ചറും കൃഷ്ണൻ മാസ്റ്ററും താമസിക്കുന്ന വീടിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് പ്രതികളായ 3 പേരുടെയും വീടുകൾ. ടീച്ചറുടെ വീടും പരിസരവും നന്നായി അറിയാവുന്ന സംഘം. നാട്ടിലെ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് നടക്കുന്ന ഡിസംബർ 13 നാട് തിരക്കിലായിരിക്കും. പറ്റിയ ദിവസം. ആ ദിവസം തന്നെ കവർച്ചയ്ക്കായി അവർ തിരഞ്ഞെടുത്തു. ചെറുത്തു നിൽക്കാനുള്ള സാധ്യതയില്ല. അഥവാ ഉണ്ടെങ്കിൽ വകവരുത്തണം. തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഇതിനായുള്ള ആയുധങ്ങൾ കയ്യിൽ കരുതി. പ്രദേശവാസികളെല്ലാം ഉത്സവത്തിന് പോയതിനു ശേഷം സംഘം മുഖം മൂടി ധരിച്ച് തയ്യാറായി. നേരെ ജാനകി ടീച്ചറുടെ വീട്ടിലെത്തി. മുൻവാതിൽ തട്ടി. സ്വർണവും പണവും കവരുന്നതിനിടെ വിയർത്തുപോയ ആ മോഷ്ടാവ് അരുൺകുമാർ ആയിരുന്നു. ടീച്ചറുടെ കൂടെ നിന്ന ആ ഒരാൾ. അയാൾ മുഖം മൂടി മാറ്റി മുഖത്ത് ചുറ്റിയിരുന്ന തോർത്തെടുത്ത് മുഖം തുടച്ചു. ഒരൊറ്റ നിമിഷം ടീച്ചർ അരുണിനെ തിരിച്ചറിഞ്ഞു. മുഖം കണ്ട് ടീച്ചർ ചോദിച്ചു, "അരുണേ, നീയോ?" വേഗം തന്നെ മുഖം മറച്ചു. പക്ഷേ തന്നെ ടീച്ചർക്ക് മനസ്സിലായിരിക്കുന്നു. കൂട്ടാളികളോട് കാര്യം പറഞ്ഞു. ടീച്ചർക്ക് എന്നെ മനസ്സിലായി. മാഷയും ടീച്ചറെയും കൊല്ലാതെ പറ്റില്ല. അരുൺ വാശി പിടിച്ചു. അരുൺ തന്നെ തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ജാനകി ടീച്ചറുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കൃഷ്ണൻ മാഷെ കഴുത്തറുക്കാനെത്തിയത് വിശാഖ്. കൊലപാതകത്തിനും കവർച്ചയ്ക്കും ശേഷം മൂവരും വീട് വിട്ടിറങ്ങി. കയ്യിൽ സ്വർണവും പണവും. 17 പവൻ സ്വർണവും 92,000 രൂപയും. വീടിന്റെ മുൻഭാഗത്തുള്ള കവുങ്ങിൻ തോട്ടത്തിലൂടെ വയൽ കടന്നു. അവിടെയാണ് വിശാഖിന്റെ വീട്. ആ പറമ്പിൽ സ്വർണം കുഴിച്ചിട്ടു. കുറച്ചുനേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു. പിന്നെ നേരെ റോഡിലേക്ക്. റോഡിലെ കലുങ്കിനടുത്തെത്തി. കയ്യിലുണ്ടായിരുന്ന കത്തിയും മൊബൈൽ ഫോണുകളും സമീപത്തെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. അതേ പുഴയിലിറങ്ങി മുങ്ങി നിവർന്നു. മാതാ പിതാ ഗുരു ദൈവം. ദൈവത്തിനേക്കാൾ മുകളിലാണ് ഗുരുവിന്റെ സ്ഥാനം. എന്നിട്ടും കൊലപ്പെടുത്തി അതിനിഷ്ഠുരമായി. എന്തിന്? സ്വന്തം അധ്യാപിക. നാട്ടിൽ ഏവരും ആദരവോടെ കാണുന്ന 2 പേർ. അവരെയാണ് ഇല്ലാതാക്കാനായി, സമ്പത്ത് അപഹരിക്കാനായി 3 പേർ കച്ചകെട്ടിയിറങ്ങിയത്. ഹീനമായ വധം. കയ്യറപ്പില്ലാതെ കഴുത്തറുത്ത്. അമ്മയെപ്പോലെ അതിനു മുകളിൽ കാണേണ്ട ഒരു വയോധികയെ. പക്ഷേ പോലീസും പ്രോസിക്യൂഷനും തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. മതിയായ തെളിവുകളുടെ അഭാവത്തിൽ കേസിലെ ഒരു പ്രതിയെ കോടതി വെറുതെ വിട്ടു. 2ാം പ്രതിയായ ചെറുവങ്ങോട് സ്വദേശി റിനീഷിനെയാണ് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കോടതി വെറുതെ വിട്ടത്. പക്ഷേ അവരിൽ 2 പേർ, വിശാഖും അരുണും, അവർക്കെതിരെ
പ്രോസിക്യൂഷൻ നിരത്തിയത് അതിശക്തമായ തെളിവുകളായിരുന്നു. 2022 മെയ് 31 കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഒന്നാം പ്രതി പുലിയന്നൂരിലെ VV വിശാഖ്. വിധി പറയുന്ന 2022 32 വയസ്സ്. മൂന്നാം പ്രതി മക്ലിക്കോട് അരുൺകുമാർ. വിധി പറയുന്ന 2022 29 വയസ്സ്. കേസിൽ ഇരുവരും ശിക്ഷിക്കപ്പെട്ടു. രണ്ടുപേർക്കും വിവിധ വകുപ്പുകളിലായി ജീവപര്യന്തം. ആകെ 17 വർഷം കഠിന തടവും 1.25 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ. പിഴത്തുക ജാനകി ടീച്ചറുടെ കുടുംബത്തിന് നൽകണം. പക്ഷേ ശിക്ഷയിൽ ആരും തൃപ്തരായില്ല. കുടുംബം, നാട്ടുകാർ, പ്രോസിക്യൂഷൻ, ആരും. ക്രൂരമായ കുറ്റം ചെയ്തുവെന്നുറപ്പുള്ള രണ്ടാം പ്രതിയെ വെറുതെ വിട്ടത് അവർക്ക് കനത്ത തിരിച്ചടിയായി. മറ്റുള്ള പ്രതികൾക്ക് ലഭിച്ച ജീവപര്യന്തം ശിക്ഷയിലും അവർ തൃപ്തരായില്ല. കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയ്ക്ക് അത് വിധിക്കുന്നതിന് ചില തിയറികളുണ്ട്. അതിലൊന്നാണ് ഡിറ്ററന്റ് തിയറി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നിയമ സംവിധാനങ്ങളിൽ ശിക്ഷ രൂപപ്പെടുത്തുന്നതിൽ ഈ തിയറിയാണ് കൂടുതലും അപ്ലൈ ചെയ്യുന്നത്. ഭാവിയിൽ കുറ്റകൃത്യം ഉണ്ടാകാതെ തടയുക എന്നതാണ് ഡിറ്ററന്റ് തിയറിയുടെ പ്രഥമ ലക്ഷ്യം. ഒരാൾക്ക് ലഭിക്കുന്നത് ശിക്ഷയാണെന്ന് ആ വ്യക്തി അറിഞ്ഞിരിക്കണം. ശിക്ഷ വേഗത്തിൽ നടപ്പാക്കണം. കുറ്റകൃത്യം ചെയ്യുന്നതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ തക്കവിധം ശിക്ഷ കഠിനവുമായിരിക്കണം. ഇങ്ങനെ വലിയ വിശദീകരണവും ഈ തിയറിക്കുണ്ട്. ഇത്തരത്തിൽ നിരവധി ശാസ്ത്രീയ തിയറികളുമുണ്ട്. സൂചിപ്പിച്ചെന്ന് മാത്രം. മറ്റൊരു കേസുമായി നാളെ വീണ്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.